ഹസ്കർ, നോക്കൂ, CPM-ന്റെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ബ്രാഞ്ച് സമ്മേളനത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അക്ബർ അലി, അദ്ദേഹം SFIയുടെ ഏരിയ തലത്തിലും ജില്ലാ സെക്രട്ടേറിയറ്റ് തലത്തിലും പ്രവർത്തിച്ച നേതാവാണ്. അദ്ദേഹം പാർട്ടി വിടുകയാണ്. അദ്ദേഹത്തിന് പാർട്ടി വിടാനായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കാരണം ന്യൂനപക്ഷങ്ങളെ പാർട്ടി ഇരുട്ടിൽ നിർത്തുന്നു എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങളെ ഒരു തരത്തിൽ ഇരകളാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ, സംശയത്തിന്റെ മുരയിൽ നിർത്തുന്ന പ്രസ്താവനകൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെ നടത്തുമ്പോൾ ഞാൻ എങ്ങനെ CPM-മായി നിൽക്കുമെന്നാണ് കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ചോദിക്കുന്നത്. അപ്പോ അണികളാൽ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് CPM എത്തിയോ? അഭിലാഷ്, വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് ഇസ്ലാമോഫോബിയ എന്നുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമോഫോബിയ പരത്തുന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും മോനമാഷിൻ്റെ വാക്കുകളിൽ നിന്ന് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പറഞ്ഞോളൂ. MEC7-നെ സംബന്ധിച്ചിടത്തോളം MEC7-ന്റെ പ്രവർത്തനങ്ങളെ രീതിയെ സംബന്ധിച്ച് 2012 ആരംഭിച്ച MEC7, ആ MEC7-ന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് 2022 ശേഷം 1000-ലധികം ശാഖകളിലേക്ക് മാറുന്നു എന്ന് പറയുന്നത് കൃത്യമായ ഒരു സംഘടനാ തലത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തന മികവ് കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് വളരെ നിഷ്കളങ്കമായി സംഭവിച്ചിട്ടുള്ള ഒരു മാറ്റമാണെന്ന് അതിനെ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നിഷ്കളങ്കമല്ലാത്ത തരത്തിൽ ഇത്ര അതിവേഗ ജൈവ പ്രക്രിയയ്ക്ക് വിരുദ്ധമായ ഒരു വളർച്ച MEC7 ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംശയകരമായ സാഹചര്യമാണ്. അത് കേവല സംശയം മാത്രമാണോ? വലിയൊരു അപകടം. ഏതെങ്കിലും പോലീസ് റിപ്പോർട്ടോ ഇന്റലിജൻസ് റിപ്പോർട്ടോ അസ്വാഭാവികമായി ഒരു കൂട്ടായ്മ വളരുന്നു എന്ന് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ യാതൊരു ഇൻപുട്ടും നമുക്കാർക്കും ലഭ്യമല്ല. CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്കും ചില സംഘടനാ നേതാക്കൾക്കും തോന്നുകയാണ് ചില സംശയങ്ങൾ. അങ്ങനെ ന്യൂനപക്ഷങ്ങൾ പ്രാമുഖ്യത്തിൽ വരുന്ന, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ മുഖ്യ കാർമ്മികത്വത്തിലുള്ള എല്ലാ ഏർപ്പാടുകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഉണ്ടാകും, അതിൽ തീവ്രവാദം ഉണ്ടായേക്കും എന്നൊരു മനോനില എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതല്ലേ അതിലെ അടിസ്ഥാനപരമായ പ്രശ്നം. അഭിലാഷി, അതിൽ മലപ്പുറത്തും മലബാർ മേഖലയിലും സ്വാഭാവികമായി നടക്കുന്ന ഏതൊരു കൂട്ടായ്മയിലും മുസ്ലിം സമുദായാംഗങ്ങൾ മുൻനിരയിലുണ്ടാവും. അതിൽ ഭൂരിപക്ഷം മുസ്ലിം അംഗങ്ങളായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ അത്തരത്തിൽ മലപ്പുറം മേഖലകളിലും അതുപോലെ മലബാർ മേഖലയിലും ഒക്കെ വളർന്നു പന്തലിക്കുന്ന ഈ സംഘടനയ്ക്ക് വിദേശ രാജ്യങ്ങളിലടക്കം ശാഖകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു സംഘടന ചട്ടക്കൂടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളത് സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കരുതിൽ. പക്ഷേ ആ സംശയിക്കുന്നതോടൊപ്പം ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും CPM-ൻ്റെയും നേതാക്കന്മാർ നടത്തുന്ന പ്രതികരണം അപകടകരമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് വളം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിത്തിട്ടതുകൊണ്ട് ഇതിൻ്റെ ലാഭം കൊയ്യാൻ പോകുന്നത് സംഘപരിവാറാണെന്ന തിരിച്ചറിവ് CPM നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് നേരിട്ട ഏറ്റവും വലിയ പരാജയത്തിൻ്റെ കാരണം പരമ്പരാഗത CPM വോട്ടുകളായിരുന്ന ഭൂരിപക്ഷ സമുദായാംഗങ്ങളുടെ വോട്ടുകൾ ചോർന്നത് മൂലമാണെന്ന പാർട്ടിയുടെ വിലയിരുത്തൽ മൂലം ഒരുപക്ഷെ ന്യൂനപക്ഷത്തെ അതിയായി പ്രീണനം നടത്തി എന്നൊരു തോന്നൽ ഭൂരിപക്ഷ സമുദായാംഗങ്ങൾക്കിടയിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് പരമ്പരാഗത CPM വോട്ടുകൾ ചോർന്നു പോയത് എന്ന തെറ്റിദ്ധാരണയോ ആ വിലയിരുത്തൽ വന്ന പിശകോ ആയി അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇടതുപക്ഷം മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത് എന്ന് വിമർശകർ ചിന്തിച്ചു പോയാൽ അതിനെ കുറ്റം പറയാനാവാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കപ്പെട്ടിരിക്കുന്നു മോനമാഷിൻ്റേത് അടക്കമുള്ള പ്രസ്താവന. CPM നേതാക്കൾ വളരെ ജാഗ്രതയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കേണ്ടിയിരിക്കുന്നു. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തവും രാഷ്ട്രീയ ലൈനുമാണ് CPM-നുള്ളത്. അപ്പോൾ ആ നിലപാടായിരിക്കണം CPM എല്ലാ കാലത്തും എടുക്കേണ്ടത്. അതിനപ്പുറം ഏതെങ്കിലും പക്ഷത്തോടൊപ്പം നിൽക്കുകയും ആ പക്ഷത്തെ എതിർപക്ഷത്തെ വിമർശിക്കുകയും ചെയ്യുന്ന നിലപാടുണ്ടാകുമ്പോൾ സ്വാഭാവികമായി സംശയത്തിന്റെ നിഴലിൽ CPM എത്തപ്പെടും. അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ശരി, ഓക്കെ.